ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞങ്ങളൊരു പഴയ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ഫുൾ വിശേഷം കാണാം. ഞങ്ങൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ കാണുന്ന റോഡ് കണ്ടോ, ഈ വിലങ്ങ് മുറിച്ച് ആ റോഡിലേക്ക് എത്തണം. ഇനി അതിൻ്റെ മുകളിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് റോഡ് വിലങ്ങ് മുറിക്കാം. അങ്ങനെ ഞങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ റിനുമോളാണെങ്കിൽ ഒരു സ്നാക്സ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നടന്ന് പോകുമ്പോൾ ഇങ്ങനെ കഴിക്കാമെന്ന് വെച്ചിട്ട് അവൾ ഒരു സ്നാക്സ് ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നിങ്ങനെ പോവുകയാണേ. ഇനി കുറച്ച് ദൂരം നടക്കാനുള്ളൂ, അധികമൊന്നും അങ്ങോട്ട് നടക്കാനില്ല. പിന്നെ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. കോടങ്ങാട് ചോലക്കൽ റോഡ് കയറി കഴിഞ്ഞാലാണ് ആ ഒരു വീട്ടിലേക്ക് എത്താൻ പറ്റുക. അവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടിങ്ങൊക്കെ ഫോട്ടോഷൂട്ടിന് ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ട്. പിന്നെ ഈ കയറ്റം കയറി പോകുന്നത് കണ്ടോ, റിൻമോൾ ഓടിച്ചെന്ന് ഈ കയറ്റം കയറുന്നത്. പിന്നെ അവിടെ ഉള്ളൊരു വാഹനക്കണ്ണാടിയിൽ പോയാണ് ഞങ്ങൾ കുറച്ച് നേരം ഷോ ഇറക്കി. പിന്നെ ഓളൊന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ്. ഓളെ ചെരുപ്പ് ഓൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നോട് എടുക്ക് എൻ്റെ ചെരുപ്പ് എടുക്ക്, ലൈറ്റ് എത്തുന്ന എടുക്ക്, ഷൂ എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചാണ്. പിന്നെ അവൾ കുറച്ച് നെയിലൂക്കി കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് കുറേ സ്റ്റെപ്പൊക്കെ ഇറക്കി. പിന്നെ ഓളാണെങ്കിൽ അതിൽ കുറേ ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്ക് ഋതു, ഞാൻ അതിൽ ഓടി വരും, ഇങ്ങനെ ഓടി വരുമ്പോൾ അങ്ങനെ പറയണം. ഋതു മോളെ, ഇത് ഞാൻ എത്തി, അവിടെ നമ്മൾ വീടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓവർ ആക്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. സംഭവം ഓളെന്നെ എന്നോട് അങ്ങനെ എടുക്കാൻ പറഞ്ഞതാണ്. എന്തായാലും നമ്മളങ്ങനെ നടന്നു, നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്കിങ്ങനെ നടന്ന് പോവാം. നമ്മുടെ ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് ഒരുപാട് കാലമായിട്ടുണ്ട് ആ ഒരു വീട് അവിടെ കേട്ടോ. പക്ഷെ ഞങ്ങൾ സംഭവം ഈ ഒരു ടൈമിലാണ് ഇതൊരു നോക്കുന്നത്. പിന്നെ ആ ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടോ, അവളെ ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് വല്ലാത്ത കഴിവാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പം ഒളിച്ചിരിക്കുന്ന പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ചെടി കണ്ടു, നിങ്ങളും കാണുക, ചെങ്കണ്ണുള്ള ചെടി. ചെങ്കണ്ണ ഉണ്ടാവും, അത് നോക്കിയാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് പേടി. പിന്നെ ഞങ്ങളത് നോക്കിയില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ചെടിയേ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അവിടെ നല്ല ബുഷ് ഉണ്ടാകും, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ നേരം ബുഷിൽ നോക്കിയിരുന്ന്. അവിടെ ഒരുപാട് മരങ്ങളും നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പോവാണ്. ഇപ്പം അവിടെ രണ്ട് ഇതാണുള്ളത്, ഒന്ന് സ്റ്റോർ റൂം പോലെയും ഒന്ന് അവരുടെ വീടുമാണ്. നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, അടിപൊളി ആട്ടോ വീട്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. വീടിൻ്റെ പ്രത്യേകിച്ച് ഈ വീടിനെ പറ്റി പറയാനുള്ളത്, മണ്ണുകൾ പണ്ടത്തെ സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മണ്ണൊക്കെ വെച്ചിട്ടാണ് ഈ കുഞ്ഞു വീട്, അതിനപ്പുറത്തുള്ള സ്റ്റോർ റൂം പോലത്തെ വീടുണ്ടാക്കിയത്. ഇത് കല്ലൊക്കെ വെച്ചിട്ട്, മണ്ണൊക്കെ വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കി. അടിപൊളിയാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വീടിനെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, 200 വർഷക്കാലം പഴക്കമുണ്ട് ഈ വീടിന്, വർഷത്തോളം പഴക്കമുണ്ട്. ഇനിയും കുറേ കാലം ഉണ്ടല്ലോ വരാൻ, അതിലോളം പഴക്കമുണ്ട്. പിന്നെ നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ളൊരു വീടും കൂടെയാണ് കേട്ടോ ഇത്. നല്ല രസമാണ് ഈ ഒരു വീടിനെ പറ്റി പറയുകയാണെങ്കിൽ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയോണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ അവിടേക്ക് കുറച്ച് പാടങ്ങളാണുള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ മറ്റേ പട്ടികളുടെ ഒച്ച ഞങ്ങൾക്ക് ആകെ പേടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അധികം ഒന്നും അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് നടന്നിട്ടില്ല. വീട് കണ്ടോ, അടിപൊളിയാലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇതിന് ഒരു വട്ടം മുൻപ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ല രസമാണ്. അന്ന് ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, അതാണ് ഇപ്രാവശ്യം ഞങ്ങൾ വന്നേക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. അവിടുത്തെ കാക്കമാരുടെയൊക്കെ ചേട്ടന്മാരുടെയൊക്കെ ഞങ്ങൾ എന്ത് ചോദിച്ചു, സമ്മതം ചോദിച്ചു. അവർ സമ്മതം പറഞ്ഞു, വീഡിയോ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അവിടുത്തെ നല്ല ഫ്രണ്ട്ലി ആട്ടോ അവിടുത്തെ ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ മുത്തശ്ശിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ ഇങ്ങനത്തെ പണ്ടത്തെ വാതിൽ നല്ല രസമുണ്ട്, അങ്ങനെ ബെല്ലടിക്കുന്ന ഒരു ഒച്ചയൊക്കെ കേൾക്കുന്ന നല്ല രസമാണ്. ഞങ്ങൾ ഒരുപാട് ടൈമിൽ അയിമ നോക്കി ഇങ്ങനെ നിന്നു. പിന്നെ ഈ വീട്ടിൽ ഫിലിമിൻ്റെ ഒരു ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്, അതാണ് അവളെ ഇപ്പം ഒന്ന് ചോദിച്ചത്. പിന്നെ ആ വീടിനെ പറ്റിയിട്ട് ആ കാക്ക ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പഴമൊക്കെ തന്നു, ഞങ്ങളൊക്കെ കഴിച്ചു. വീഡിയോസൊക്കെ എടുക്കാൻ കുറേ അവിടെയുള്ള വാഹനങ്ങളൊക്കെ മാറ്റി തന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു ആ ടൈമിൽ തന്നെ ആയിട്ട്.
പിന്നെ ഞങ്ങൾക്ക് അധികം ഇങ്ങോട്ട് പറയാനൊന്നും ഇല്ല. കാരണം നല്ല രസം. ഞങ്ങളൊരു മുൻപ് ഒരു വട്ടം കൂടെ ഇവിടെ വന്നതുകൊണ്ടാണ് നല്ല രസം. അവിടെ നല്ല മരങ്ങളും പുളിമരങ്ങളും ഒക്കെ ഉണ്ട്. നല്ല വൈബാണ്. അത് ഫോട്ടോ എടുത്ത് അടിപൊളിയാട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് റീൽസ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ പോയി കാണണം ഫ്രണ്ട്സ്. ഇത് നോക്ക്. അതിൻ്റെ ഇടയ്ക്ക് റിനുമോൾ കുറേ ഡാൻസും പിത്തനെയൊക്കെ ആയിരുന്നു. ഞാൻ ആ വീഡിയോ ഓരോന്ന് കാണിച്ചെടുക്കുന്ന വീടും പരിസരമൊക്കെ കാണിച്ചെടുക്കുന്ന തിരക്കിലും. പിന്നെ ആ ഒരു സിറ്റൗട്ട് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുള്ളിൽ കയറാനൊക്കെ പോയതുണ്ട്, പക്ഷേ കയറില്ല, എനിക്ക് പേടിയാണ്. അങ്ങനെയൊക്കെ ഇങ്ങനെ അവിടെ ആൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ. നല്ല രസമുണ്ട്. അവരുടെ സിറ്റൗട്ടൊക്കെ കാണാൻ അടിപൊളി, നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എന്താ പറയുക, ഞങ്ങൾ പിന്നെ തിരിച്ച് പോകാനൊക്കെ വിചാരിച്ച്. ഓലെ ബാക്ക് സൈഡാട്ടോ ഈ കാണുന്നത്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊന്ന് റീൽസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ടൈം ഞങ്ങൾ ഒത്തുപിടിച്ചില്ല. ഞങ്ങൾ എപ്രാവശ്യം അങ്ങോട്ട് പോന്നാലും ടൈം ഞങ്ങൾ അങ്ങോട്ട് ഒത്തുപിടിക്കില്ല. എന്തായാലും ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ടൈമൊക്കെ സെറ്റായി കിട്ടി. ആ ടൈമിൽ ഞങ്ങൾക്ക് കുറച്ച് വീട് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയായിരുന്നു. ഇതൊരു ഉള്ളോട്ടുള്ള വീടല്ലേ. അപ്പോൾ ഉള്ളോട്ട് മീൻസ് വരുമ്പോൾ നല്ല കാണും, പക്ഷേ നമ്മൾ ഏത് ഭാഗത്തു കൂടെയാണോ വരുന്നത് അതിനനുസരിച്ചായിരിക്കും കാണുക. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്കൂടെ ആകുമ്പോൾ പെട്ടെന്നൊന്നും അത് കാണത്തില്ല. അല്ലേ, ഉള്ളോട്ടല്ലേ വീട്. ഒരു ഇങ്ങനെ ഇറങ്ങണ്ടേ, ഒരിറക്കം ഇറങ്ങിയാലല്ലേ അവിടെ എത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഇനി നടന്ന് പോകണം എങ്ങോട്ട്, നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ ഞങ്ങളൊക്കെ റെഡിയായി തിരിച്ചിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ മോഡേണായിട്ടൊക്കെ നടന്നു നോക്കി. പക്ഷെ ഞങ്ങളെക്കൊണ്ട് അതിനൊന്നും കഴിയത്തില്ലേ. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ സി യു. ഇനിയും വരണട്ടോ, നിങ്ങൾ മറക്കല്ലേ ഫുള്ള് കാണി. ടാറ്റാ ബൈ സി യു.